മലയാള സിനിമയുടെ കിലുക്കാംപെട്ടിയാണ് നസ്രിയ. ബാലതാരമായി വന്ന നസ്രിയ മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളായി മാറി. കൂടെ അഭിനയിക്കുന്നവരുമായി പെട്ടെന്ന് ഇണങ്ങാനും സൗഹൃദം സ്ഥാപിക്കാനുമുള്ള കഴിവാണ് നസ്രിയയ്ക്കുള്ളത്. പല മുൻനിര നായകന്മാരുമായും അവരുടെ കുടുംബവുമായും നല്ല സൗഹൃദത്തിലാണ് നസ്രിയ. ഇതിൽ എടുത്തു പറയേണ്ടതാണ് പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, നാനി, ബേസിൽ ജോസഫ് തുടങ്ങിയവരുമായുള്ള നസ്രിയയുടെ സൗഹൃദം. കൂടാതെ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയയുമായും ദുൽഖർ സൽമാന്റെ ഭാര്യ അമാലുമായും വളരെ നല്ല അടുപ്പത്തിലാണ് നസ്രിയ. ദുൽഖറിനൊപ്പം സലാല മൊബൈൽസ്, ബാംഗ്ലൂർ ഡേയ്സ്, സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്നീ ചിത്രങ്ങളിലാണ് നസ്രിയ അഭിനയിച്ചിട്ടുള്ളത്. 2018 കൂടെ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ പെങ്ങളായി നസ്രിയ അഭിനയിച്ചിരുന്നു. അന്നു മുതൽ ഇരുവരും സഹോദരീ സഹോദരന്മാരെ പോലെയാണ്. 2022 നാനിയോടൊപ്പം അന്റെ സുന്ദരനാക്കി എന്ന തെലുങ്കു ചിത്രത്തിൽ അഭിനയിച്ച നസ്രിയ അവിടെയും നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചു. ഇപ്പോഴിതാ സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിൽ ബേസിലിന്റെ നായികയായ നസ്രിയയ്ക്ക് പുതിയൊരു സുഹൃത്തിനെ കൂടി കിട്ടി. ഇരുവരും ഏറെക്കുറെ ഒരേ സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ വളരെ രസകരമായ നിമിഷങ്ങളാണ് ഇരുവരും ഇന്റർവ്യൂകളിലൂടെ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലിന്റെ നായികയായി അഭിനയിച്ച നസ്രിയ ഫഹദിന്റെ ഉറ്റ സുഹൃത്തായി മാറുകയും പിന്നീട് ജീവിത സഖിയായി മാറുകയും ചെയ്തു.